കുസു മുനിസ്വാമിയുടെ 10ാം ജന്മദിനമായിരുന്നു അന്ന്. പക്ഷെ പറയത്തക്ക ആഘോഷങ്ങളൊന്നും ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. ബലൂണുകൾ, ബർത്ത്ഡേ കേക്ക്, തിരികൾ, അങ്ങനെ യാതൊന്നും. അല്ലെങ്കിലും ഒരു സാധാരണ കുടുംബത്തിൽ അതൊക്കെ അസാധാരണ സംഭവങ്ങൾ ആണല്ലോ. മാത്രവുമല്ല, അത് വർഷം 1962 ആയിരുന്നു. സ്വാഭാവികമായും മക്കളുടെ ജന്മദിനങ്ങൾ ഇന്നത്തേതുപോലെ ആഘോഷിക്കുന്ന രീതികളും അന്ന് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അത്തവണത്തെ ജന്മദിനം കുസുവിന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അവിസ്മരണീയമായിരുന്നു. കാരണം അവന്റെ ജീവിതത്തിന് അന്നു മുതൽക്കാണ് മാറ്റം ഉണ്ടായത്. നേർരേഖയിലൂടെ ചരിച്ചുകൊണ്ടിരുന്ന അവന്റെ ജീവിത ചുവടുകൾ വരിതെറ്റിയും വഴിതെറ്റിയും മാറ്റി എഴുതപ്പെട്ടു തുടങ്ങിയത് അവിടെ മുതൽക്കായിരുന്നു. അത് എങ്ങനെയാണ് എന്നല്ലേ? ആ കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത്. വെറും 52 വർഷത്തെ ജീവിതം കൊണ്ട് ലോകത്തെ മുഴുവൻ നടുക്കിക്കളഞ്ഞ ഒരു മനുഷ്യന്റെ വഴിതെറ്റലിന്റെയും ക്രൂരതകളുടെയും കഥയാണ്. അതിനു മുൻപ് കുസു മുനിസ്വാമി ആരാണെന്ന് അറിയണം. കുസു മുനിസ്വാമി എന്ന പേരിനേക്കാൾ പരിചയം വീരപ്പൻ എന്ന് കേൾക്കുന്നതാണ്. അതെ, കുസു മുനിസ്വാമി എന്ന വീരപ്പന്റെ കഥ. വീരപ്പന്റെ കഥ എങ്ങനെയാണ് ലോകത്തെ മുഴുവനും നടുക്കിയ കഥയാകുന്നത്? പലതുണ്ട് അതിന്റെ മറുപടികൾ. അവയിൽ ചിലതൊക്കെ ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് വീരപ്പന്റെ കഥയിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു കൊള്ളക്കാരനെ പിടികൂടാനായി ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചത് വീരപ്പന് വേണ്ടിയായിരുന്നു. 100 കോടിയിലധികം രൂപയാണ് വീരപ്പനെ പിടികൂടാനായി രാജ്യം ചിലവഴിച്ചത്. കാടിനെ നാടാക്കിയ വ്യക്തിയായിരുന്നു വീരപ്പൻ. ഒരു വ്യക്തി നാട്ടിൽ എങ്ങനെ ജീവിക്കുമോ അതുപോലെ കാട്ടിലും വീരപ്പൻ ജീവിച്ചു. ഭാര്യ, മക്കൾ, കുടുംബജീവിതത്തിന്റെ സന്തോഷങ്ങളും പണത്തിന്റെ സുഭിക്ഷതയും അറിഞ്ഞുള്ള ജീവിതം. കാട്ടുകള്ളനെന്നും കൊള്ളക്കാരനെന്നും കേൾക്കുമ്പോൾ മനസ്സിലേക്ക് കടന്നു വരുന്ന പരമ്പരാഗതമായ സങ്കല്പങ്ങളെ തിരുത്തി എഴുതുന്ന രൂപമായിരുന്നു വീരപ്പന്റേത് എന്നതാണ് മറ്റൊരു കാര്യം. മെല്ലിച്ച ശരീരമായിരുന്നു വീരപ്പന്റേത്. പക്ഷേ അസാധാരണമായ വിധം തീക്ഷ്ണമായ കണ്ണുകളും നീണ്ടു വളർന്ന കപ്പള മീശയും കയ്യിൽ എപ്പോഴുമുള്ള തോക്കും അയാളെ ഒരു കൊള്ളക്കാരൻ എന്ന നിലയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇരുപത്തിയഞ്ച് വർഷം നീണ്ടുനിന്ന സജീവമായ കൊള്ളക്കാലം കൊണ്ട് 2000 മുതൽ 3000 വരെ ആനകളുടെയും തന്റെ കൊള്ളയ്ക്കും കൊള്ളരുതായ്മകൾക്കും തടസ്സമായി നിന്നതിന്റെ പേരിൽ 200ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയും നിഷ്കരുണം കൊന്നുതള്ളിയ ക്രൂരൻ. സത്യമംഗലം കാടിന് വീരപ്പൻ എന്ന പുനർനാമകരണം നടത്തി ചാർത്തി കൊടുക്കുവാൻ പോലും കഴിഞ്ഞ വ്യക്തിത്വം. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് ലോകത്തെ വീരപ്പൻ നടുക്കിയത്. ആ കഥയുടെ ശീലുകൾ ഇന്നും അവശേഷിക്കുന്നത് കൊണ്ടാണ് വീരപ്പനെ കുറിച്ചുള്ള വിവരണങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം പറഞ്ഞ ആ ജന്മദിന കഥയിലേക്ക് തന്നെ മടങ്ങാം. അന്നേ ദിവസം കുസുവിന്റെ വീട്ടിലെത്തിയവരിൽ പ്രധാനി അമ്മാവനായ സാൽവൈ ഗൗണ്ടർ ആയിരുന്നു. നിസാരക്കാരനൊന്നും ആയിരുന്നില്ല അയാൾ. അക്കാലത്തെ പേരുകേട്ട കൊള്ളക്കാരൻ. ഫോറസ്റ്റ് ജീവനക്കാരുടെ കണ്ണുവെട്ടിച്ച് ആനകളെ വേട്ടയാടിക്കൊന്ന് ആനക്കൊമ്പ് അപഹരിച്ചും ചന്ദനമരങ്ങൾ വെട്ടിവിറ്റും ജീവിച്ചു പോന്നിരുന്ന വ്യക്തി. പിറന്നാൾ ദിവസം അമ്മാവൻ മരുമകനെയും കൊണ്ട് നേരെ പോയത് വനത്തിലേക്കാണ്. ആ പിഞ്ചു കരങ്ങളിലേക്ക് അയാൾ തന്റെ തോക്ക് വെച്ചുകൊടുത്തു. പിന്നെ ആനത്താരയിലൂടെ നടന്നു വരുന്ന ആനകളിൽ ഒന്നിന്റെ മസ്തിഷ്കത്തിന് നേരെ തോക്കുമുന നീട്ടിപ്പിടിച്ചു. അവന്റെ കൈകൾ വിറച്ചില്ല, നോട്ടം പതറിയില്ല.
വരാനിരിക്കുന്ന അപകടത്തെക്കുറിച്ച് യാതൊരു സൂചനയുമില്ലാതെ നടന്നടുത്തുകൊണ്ടിരിക്കുന്ന ആനയുടെ മസ്തിഷ്കത്തിന് നേരെ കുസുവിന്റെ കയ്യിലിരുന്ന തോക്കിൽ നിന്ന് വെടിയുണ്ട പാഞ്ഞു. ആനയുടെ ചിഹ്നം വിളികൊണ്ട് കാട് നിറഞ്ഞു. വെടിയൊച്ച കേട്ട് കാട് നടുങ്ങി. സാൽവേ ഗൗണ്ടർ ആഹ്ലാദത്തോടെയും അഭിമാനത്തോടെയും പൊട്ടിച്ചിരിച്ചുകൊണ്ട് മരുമകനെ തന്നോട് ചേർത്ത് നിർത്തി. ഇവൻ തന്റെ മരുമകൻ തന്നെ എന്ന മട്ടിൽ. കുസുവിന്റെ കണ്ണുകളിൽ ആത്മവിശ്വാസത്തിന്റെ തിരി തെളിഞ്ഞു. ആനയുടെ നെറ്റിയിൽ നിന്നുള്ള രക്തപ്രവാഹം അവന്റെ ഉള്ളിൽ സന്തോഷ പ്രവാഹമായി പരിണമിക്കുകയായിരുന്നു. ആ ചോരപ്പുഴയിൽ അവനൊരു തിളക്കം കണ്ടു. ആനക്കൊമ്പിന്റെ തിളക്കം. അതവന്റെ ലഹരിയായി മാറി. അന്ന് അവനൊരു ശപഥമെടുത്തു. അമ്മാവനേക്കാൾ വലിയ ആനവേട്ടക്കാരനായി താൻ മാറും. കാലം ആ തീരുമാനം നടപ്പിലാക്കുന്ന കാഴ്ചയാണ് പിന്നീട് നാം കാണുന്നത്. 1952 കർണാടകയിലെ കൊല്ലേഗരയിലെ ഗോപിനാഥം എന്ന ഗ്രാമത്തിലായിരുന്നു വീരപ്പന്റെ ജനനം. കുസ്മുനിസ്വാമി പൊന്നുത്തായി ദമ്പതികളുടെ 5 മക്കളിൽ രണ്ടാമനായിരുന്നു വീരപ്പൻ. തമിഴ് വംശജരായിരുന്നു ആ കുടുംബം. കർണാടകയിൽ ജനിച്ചുവെങ്കിലും തമിഴനായി തന്നെയാണ് വീരപ്പൻ ജീവിച്ചത്. തന്റെ തമിഴ് പാരമ്പര്യത്തിൽ അയാൾ അഭിമാനിക്കുകയും ചെയ്തിരുന്നു. കർഷകരായിരുന്നു വീട്ടുകാർ. വീരപ്പന്റെ അച്ഛനും സഹോദരനുമായി 10 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ കുടുംബം പട്ടിണിയിലായിരുന്നു. പല ദിവസങ്ങളിലും പട്ടിണിയായിരുന്നുവെന്ന് നക്കീരൻ ഗോപാലനുമായി നടത്തിയ അഭിമുഖത്തിൽ വീരപ്പൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കാർഷിക വൃത്തിയായിരുന്നു ഉപജീവന മാർഗമെങ്കിലും വേട്ടക്കാർ കൂടിയായിരുന്നു വീരപ്പന്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ. അവരുടെ പാരമ്പര്യം വീരപ്പനിൽ എത്തിയപ്പോൾ അത് ഒരിക്കൽ പോലും പിഴയ്ക്കാത്ത ഉന്നമായി മാറുകയായിരുന്നു. പിഴയ്ക്കാത്ത ഉന്നവും അതുവഴി ഗ്രാമത്തിൽ നേടിയെടുത്ത പേരും പ്രശസ്തിയും കുസുവിനെ വീരപ്പനായി രൂപപ്പെടുത്തി എടുക്കുകയായിരുന്നു. വയസ്സിൽ ആദ്യമായി അമ്മാവന്റെ നിർദ്ദേശാനുസരണം ആനവേട്ട തുടങ്ങിയ കുസു അധികം വൈകാതെ അമ്മാവനുമായി തെറ്റിപ്പിരിഞ്ഞു. നേതാവിനൊപ്പം നിൽക്കുമ്പോൾ ഏതൊരാളും വെറും അനുയായി മാത്രമാണല്ലോ. സ്വന്തമായി നിൽക്കുമ്പോഴാണ് നേതാവായി മാറപ്പെടുന്നത്. അതോടെ അനുചര വൃന്ദവും രൂപപ്പെടും. കുസുവിന്റെ തീരുമാനവും അതായിരുന്നു. അമ്മാവനേക്കാൾ പേരുകേട്ട കാട് നടുക്കുന്ന നേതാവായി തീരണമെങ്കിൽ അമ്മാവന്റെ നിഴലായി നിൽക്കാൻ പാടില്ല. അങ്ങനെ അമ്മാവനിൽ നിന്ന് വേർപിരിഞ്ഞ് സ്വന്തം നിലയ്ക്കുള്ള കൊള്ളയടിയുമായി കുസുവിന്റെ ജീവിതം മുന്നോട്ട് പോയി. ക്രമേണ കുസുവെന്ന പേര് മാഞ്ഞു. അങ്ങനെ അമ്മാവനിൽ നിന്ന് വേർപിരിഞ്ഞ് സ്വന്തം നിലയ്ക്കുള്ള കൊള്ളയടിയുമായി കുസുവിന്റെ ജീവിതം മുന്നോട്ട് പോയി. ക്രമേണ കുസുവെന്ന പേര് മാഞ്ഞു. വീരപ്പൻ എന്ന പേര് തെളിഞ്ഞു വന്നു. വീരപ്പൻ, മനുഷ്യന്റെ രൂപവും മൃഗത്തിന്റെ സ്വഭാവവുമുള്ള വീരപ്പൻ. സത്യമംഗലം കാടുകളെ വിറപ്പിച്ചും തമിഴ്നാട് കർണാടക സർക്കാരുകൾക്ക് തീരാ തലവേദനയുമായി വീരപ്പന്റെ ജൈത്രയാത്ര ആരംഭിക്കുകയായിരുന്നു. മുൻപ് സൂചിപ്പിച്ചതുപോലെ 1/4 നൂറ്റാണ്ട് കാലത്തിനിടയിൽ 3000-ഓളം ആനകളെയാണ് അയാൾ കൊന്നൊടുക്കിയത്. ആനവേട്ടയ്ക്ക് പുറമെ 65,000 കിലോ ചന്ദനവും കടത്തിയിട്ടുണ്ടെന്നാണ് കണക്ക്. ഏറ്റവും കുറഞ്ഞത് 150 കോടിയുടെ വ്യാപാരം. അത്രയും കോടി ആസ്തിയുള്ള മനുഷ്യനാണ് വെറും 52-ാം വയസ്സിൽ തന്റെ ജീവിതം കൊണ്ട് ഈ ലോകത്തിന് യാതൊരു നന്മയും അവശേഷിപ്പിക്കാതെ കടന്നുപോയത് എന്നത് മറ്റൊരു വൈരുദ്ധ്യമാണ്. കൺമുന്നിൽ വന്നുപെടുന്ന ഏതൊരു ആനയെയും കൊന്നൊടുക്കുന്നതിലായിരുന്നു വീരപ്പന്റെ ലഹരി. വെട്ടിയെടുത്ത ആനക്കൊമ്പുകൾ കടൽ കടന്ന് പോയിക്കൊണ്ടേയിരുന്നു. ആദ്യകാലത്ത് ആനക്കൊമ്പ് അറുത്തെടുത്ത് കൂസലില്ലാതെ ചാക്കിൽ കെട്ടി തോളിലേറ്റി കാട്ടിലൂടെ നടന്നു വന്ന് ബസ്സിലായിരുന്നു അത്രേ ആനക്കൊമ്പ് കടത്തിയിരുന്നത്. തന്റെ ലക്ഷ്യത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ആരെയും ഇല്ലാതാക്കാൻ വീരപ്പൻ തെല്ലും മടിച്ചിരുന്നില്ല. എതിരു നിൽക്കുന്നവരും ഒറ്റുകാരും വീരപ്പന്റെ ശത്രുക്കളായിരുന്നു. അവരെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുകയാണ് വീരപ്പന്റെ മുന്നിലുണ്ടായിരുന്ന ഏക വഴി. ഇപ്രകാരം 200-ഓളം പേരെ വീരപ്പൻ കൊന്നുകളഞ്ഞിട്ടുണ്ട് എന്നാണ് കണക്കുകൾ. ഇതിൽ ഏറ്റവും കുപ്രസിദ്ധി നേടിയ കൊലപാതകം സത്യമംഗലം കാട്ടിലെ ഫോറസ്റ്റ് ഓഫീസറായിരുന്ന ചിദംബരത്തിൻ്റെതായിരുന്നു. 1987-ലായിരുന്നു ഈ സംഭവം നടന്നത്. തുടർന്ന് IFS ഓഫീസറായ പാണ്ഡ്യപ്പള്ളി ശ്രീനിവാസനെയും വീരപ്പൻ കൊലപ്പെടുത്തി. കർണാടകയിലെയും തമിഴ്നാട്ടിലെയും പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു ഇവർ. 1987 ആയപ്പോഴേക്കും ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന, ഇന്ത്യ മുഴുവൻ ഞെട്ടിവിറയ്ക്കുന്ന ഒരു പേരായി വീരപ്പൻ മാറിക്കഴിഞ്ഞിരുന്നു. ആനക്കൊമ്പും ചന്ദനക്കടത്തും കൂടാതെ വീരപ്പന്റെ ശ്രദ്ധ പതിഞ്ഞിരുന്ന മറ്റൊരു മേഖലയായിരുന്നു
ആളുകളെ തട്ടിക്കൊണ്ടുപോയുള്ള വിലപേശൽ. ധനികരും സമൂഹത്തിൽ ഉന്നതരുമായ വ്യക്തികളെയായിരുന്നു അയാൾ തട്ടിക്കൊണ്ടുപോയിരുന്നത്. 2000 ആണ്ടാണ് വീരപ്പനെ വർത്തമാനകാലത്ത് കൂടുതൽ വിവാദ പുരുഷനാക്കിയത്. അതാകട്ടെ ആനവേട്ടയുടെയോ ചന്ദനക്കടത്തിന്റെയോ ഭാഗമായിട്ട് ആയിരുന്നില്ല. ദക്ഷിണേന്ത്യയിൽ മുഴുവൻ ആരാധകരുള്ള കന്നഡ ചലച്ചിത്ര താരം രാജ്കുമാറിനെ തട്ടിക്കൊണ്ടുപോയതായിരുന്നു ആ സംഭവം. Carries out his most daring hostage drama. The state of Karnataka is up in flames as protests break out. തമിഴ്നാട് കർണാടക അതിർത്തിയിലുള്ള ഗജനൂരിൽ നിന്നായിരുന്നു വീരപ്പൻ രാജ്കുമാറിനെ തട്ടിക്കൊണ്ടുപോയത്. തമിഴ് താരം രജനീകാന്തിനെയായിരുന്നു ആദ്യം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നതെന്നും എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ അത് ദുഷ്കരമായിരിക്കുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് താരതമ്യേന എളുപ്പമുള്ള രാജ്കുമാറിനെ തട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തതെന്നുമായിരുന്നു അന്ന് പ്രചാരത്തിലിരുന്ന കഥകളിൽ ഒന്ന്. രാജ്കുമാറിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തെ തുടർന്ന് കർണാടകയും തമിഴ്നാടും ഒന്നുപോലെ പുകഞ്ഞു തുടങ്ങി. വൻതോതിലുള്ള പ്രതിഷേധങ്ങളും കലാപങ്ങളും പൊട്ടിപ്പുറപ്പെട്ടു. രാജ്കുമാറിനെ സുരക്ഷിതനായി മോചിപ്പിക്കുക എന്നത് വലിയൊരു ആവശ്യമായിരുന്നു. കർണാടക ഇതിനായി തമിഴ്നാടിന്റെ സഹായം തേടി. വീരപ്പനുമായി നേരിട്ട് ബന്ധമുള്ള നക്കീരൻ ഗോപാലൻ വഴിയായിരുന്നു തമിഴ്നാട് കരുനീക്കങ്ങൾ നടത്തിയത്. ഒടുവിൽ അത്തരത്തിലുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ശേഷം രാജ്കുമാർ മോചിതനായി. 108 ദിവസങ്ങളാണ് രാജ്കുമാർ വീരപ്പന്റെ തടങ്കലിൽ കഴിഞ്ഞുകൂടിയത്. ഈ സംഭവത്തോടെ വീരപ്പൻ ഒരു വീരപുരുഷന്റെ പരിവേഷം സ്വയം ആർജിച്ചെടുക്കുകയായിരുന്നു. തീർന്നില്ല. 2002 കന്നഡ മുൻ മന്ത്രിയായിരുന്ന എച്ച് നാഗപ്പയെ വീരപ്പൻ തട്ടിക്കൊണ്ടുപോയി. പക്ഷേ രാജ്കുമാറിന്റെ ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായില്ല. മരിച്ച നിലയിലാണ് നാഗപ്പയെ കണ്ടെത്തിയത്. ഇതോടെ വീരപ്പനെ പിടികൂടാനുള്ള സർക്കാർ ശ്രമങ്ങൾ പൂർവാധികം ശക്തി പ്രാപിച്ചു. വീരപ്പനെ പിടികൂടാനുള്ള പോലീസ് ശ്രമങ്ങളുടെ പട്ടികയിൽ ഒരു കൂട്ട കൊലപാതകത്തിന്റെ കഥ കൂടിയുണ്ട്. 1993 മേട്ടൂരിലെ ഗോവിന്ദപടിയിൽ പോലീസ് ചാരനെന്ന് ആരോപിച്ച് വീരപ്പൻ ഒരു വ്യക്തിയെ കൊന്നുകളഞ്ഞിരുന്നു. ഇതിനെ തുടർന്ന് 41 അംഗങ്ങൾ അടങ്ങുന്ന ഒരു പോലീസ് സംഘം വീരപ്പനെ പിടികൂടാനായി വനമേഖലയിലേക്ക് യാത്ര തിരിച്ചു. എന്നാൽ ചാമരാജനഗർ ജില്ലയിലെ പാലാറിൽ വെച്ച് വീരപ്പൻ സംഘം സ്ഥാപിച്ച കുഴിബോംബ് സ്ഫോടനത്തിൽ പോലീസുകാരായി 22 പേർ കൊല്ലപ്പെട്ടു. പാലാർ ബ്ലാസ്റ്റ് എന്നാണ് ഈ സംഭവം അറിയപ്പെട്ടത്. കർണാടകയിലെ പോലീസുകാർക്കും പോലീസ് സ്റ്റേഷനുമെതിരെ പലവട്ടം വീരപ്പൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. തുടർച്ചയായ വീരപ്പൻ ആക്രമണങ്ങൾ പോലീസിന് തീരാ തലവേദനയായി മാറിയപ്പോൾ വീരപ്പനെ പിടികൂടേണ്ടത് രാജ്യത്തിന്റെ ആവശ്യമായി തന്നെ അധികാരികൾക്ക് മനസ്സിലായി. എന്നാൽ വീരപ്പനെ പിടികൂടുക അത്ര എളുപ്പം അല്ലായിരുന്നു. സത്യമംഗലം കാട്ടിൽ ഒളിത്താമസം നടത്തിയിരുന്ന അയാൾക്ക് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് വീരപ്പന്റെ തലയ്ക്ക് ആദ്യം 5 കോടി പ്രഖ്യാപിച്ചത്. എന്നിട്ടും വേണ്ടത്ര പ്രതികരണം ഉണ്ടാകാതിരുന്നപ്പോൾ അത് 15 കോടിയായി വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. വീരപ്പൻ വേട്ടയ്ക്കിടയിൽ മനുഷ്യാവകാശങ്ങൾ ധ്വംസിക്കപ്പെടുകയും സ്ത്രീത്വം അപമാനിക്കപ്പെടുകയും ചെയ്ത സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നായിരുന്നു വാച്ചാത്തി സംഭവം. കർണാടകയെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന വനപ്രദേശത്തുള്ള ഒരു ആദിവാസി ഗ്രാമമാണ് വാച്ചാത്തി. വീരപ്പനെ തിരഞ്ഞെത്തിയ റവന്യൂ ഉദ്യോഗസ്ഥർ ഈ ഗ്രാമങ്ങളിൽ എത്തുകയും 18 പെൺകുട്ടികളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും വീരപ്പനെ സഹായിക്കുന്നുവെന്ന് ആരോപിച്ച് ഗോത്രക്കുടിലുകൾ നശിപ്പിക്കുകയും ചെയ്തു. കുറ്റവാളിയായ ഒരാൾക്ക് വേണ്ടി നിരപരാധികളായ അനേകർ പീഡിപ്പിക്കപ്പെട്ടു. യുവതികളെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് പിടിച്ചുകൊണ്ടുപോയാണ് ഉദ്യോഗസ്ഥർ ബലാത്സംഗം ചെയ്തത്. 215 ഉദ്യോഗസ്ഥർ കുറ്റക്കാരാണെന്ന് മദ്രാസ് ഹൈക്കോടതി പിന്നീട് ഈ കേസിൽ വിധി പറയുകയുണ്ടായി. എന്നാൽ അത് 3 പതിറ്റാണ്ടുകൾക്ക് ശേഷമായിരുന്നു എന്ന് മാത്രം. അപ്പോഴേക്കും പ്രതികളായ പലരും കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു കഴിഞ്ഞിരുന്നു. വീരപ്പനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നിസ്സാരമായിരുന്നില്ല. കാരണം കാടുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നുവല്ലോ വീരപ്പൻ. സത്യമംഗലം വനത്തിന്റെ നിബിഡത അയാളെ പിടികൂടാനുള്ള ശ്രമങ്ങളിൽ വെച്ച് ഏറ്റവും ദുഷ്കരമായിരുന്നു. കാടിന്റെ മുക്കും മൂലയും അയാൾക്ക് സുപരിചിതമായിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥർക്ക് വനം അപരിചിത ഭൂപ്രദേശം ആയിരുന്നു.
പോലീസ് തന്നെ തേടി വരുന്നുവെന്ന സൂചന മനസ്സിലാക്കുമ്പോഴേക്കും വീരപ്പനും കൂട്ടാളികളും പോലീസിന്റെയും വനവകുപ്പിന്റെയും കണ്ണുവെട്ടിച്ച് താവളങ്ങൾ മാറിക്കൊണ്ടിരുന്നു. ഇങ്ങനെ പല വർഷങ്ങൾ നീണ്ട വീരപ്പൻ വേട്ടയുടെ അവസാനമാണ് അത് സംഭവിച്ചത്. ഓപ്പറേഷൻ കൊക്കൂൺ എന്നായിരുന്നു വീരപ്പൻ വേട്ടയ്ക്ക് പേരിട്ടിരുന്നത്. വീരപ്പനെ പിടികൂടാനുള്ള ഓപ്പറേഷൻ കൊക്കൂൺ ദൗത്യത്തിൽ ഒരു മലയാളിയും ഉണ്ടായിരുന്നു. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് മേധാവി കെ വിജയകുമാർ IPS. വീരപ്പൻ ചില ആരോഗ്യ പ്രശ്നങ്ങളുമായി ബുദ്ധിമുട്ടുന്ന കാലമായിരുന്നു അത്. മറ്റൊന്നുമായിരുന്നില്ല, തിമിരം അയാളുടെ കണ്ണുകളെ ബാധിച്ചിരുന്നു. തിമിര ശസ്ത്രക്രിയ നടത്തിയാൽ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുവാൻ കഴിയുമെന്ന് വീരപ്പൻ കണക്കുകൂട്ടി. അതിനായി 10 കിലോമീറ്റർ അകലെയുള്ള ഒരു ഫാം ഹൗസിൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ക്രമീകരിക്കുകയും ചെയ്തു എന്നായിരുന്നു വീരപ്പനെ ധരിപ്പിച്ചിരുന്നത്. എന്നാൽ ഇത് തന്ത്രപ്രധാനമായ ഒരു കരുനീക്കത്തിന്റെ ഭാഗമായിരുന്നു. പക്ഷേ അത് വീരപ്പൻ മനസ്സിലാക്കിയില്ല. ഈ തന്ത്രം പാളിയിരുന്നെങ്കിൽ പോലീസിന് വീരപ്പനെ പിടികൂടാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ സംഭവിച്ചത് അതായിരുന്നില്ലല്ലോ. വീരപ്പനെ പിടികൂടാൻ കഴിയുന്ന ഏറ്റവും എളുപ്പമാർഗവും സന്ദർഭവും ഇതാണെന്ന് അധികാരികൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ വീരപ്പനെ പിടികൂടാനുള്ള സാധ്യത കൂടുതൽ തെളിഞ്ഞു വന്നതായി പോലീസിനും അനുഭവപ്പെട്ടിരുന്നു. ഇക്കാര്യം പോലീസിന് മനസ്സിലായത് വീരപ്പൻ സംഘത്തിൽ നുഴഞ്ഞു കയറിയ ചില പോലീസുകാരിൽ നിന്നായിരുന്നു. അങ്ങനെ ആ ദിവസമെത്തി. വീരപ്പൻ ധർമ്മപുരിയിലുള്ള പാപ്പിരപ്പട്ടി ഗ്രാമത്തിലുള്ള ആശുപത്രിയിലേക്ക് പോകാനായി യാത്ര തിരിച്ച ദിവസം. ആംബുലൻസിലേക്ക് വീരപ്പൻ കയറാൻ തുടങ്ങുമ്പോഴേക്കും 35 അംഗ പോലീസ് സേനയും മറ്റ് സുരക്ഷാ സൈനികരും ഗ്രാമം വളഞ്ഞു കഴിഞ്ഞിരുന്നു. വീരപ്പനും സംഘവും പോലീസ് വൃത്തത്തിലായി. കീഴടങ്ങാനാണ് പോലീസ് ആവശ്യപ്പെട്ടതെങ്കിലും വീരപ്പൻ അതിന് തയ്യാറായില്ല. പാപ്പിരപ്പട്ടി ഗ്രാമത്തിൽ വെടിയൊച്ചകൾ മുഴങ്ങി. അതിലൊരു വെടിയുണ്ട വീരപ്പന്റെ ജീവൻ എടുത്തു. വെറും 52 വയസ്സായിരുന്നു അപ്പോൾ വീരപ്പന് ഉണ്ടായിരുന്നത്. വനം കൊള്ളയുടെ പേരിൽ ഏറ്റവും കുപ്രസിദ്ധി നേടിയ വ്യക്തിയുടെ ദാരുണമായ അന്ത്യം. നീണ്ട 17 വർഷത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കഠിനമായ പരിശ്രമങ്ങളുടെ ഫലം. 2 പതിറ്റാണ്ടോളം പോലീസിനെ വെള്ളം കുടിപ്പിച്ചതിന്റെ അവസാനം. അതുകൂടിയായിരുന്നു വീരപ്പന്റെ അന്ത്യം. വീരപ്പനെ അടക്കം ചെയ്തിരിക്കുന്നത് കാവേരി നദിയുടെ തീരത്തുള്ള മേട്ടൂർ ഡാമിനോട് ചേർന്നുള്ള സ്ഥലത്താണ്. ഈ ശവകുടീരം സന്ദർശിക്കാൻ ഇന്നും ആളുകൾ എത്തുന്നുണ്ട് എന്നതാണ് ഏറെ കൗതുകകരമായ വസ്തുത. ഏതു നിമിഷവും താൻ പിടിക്കപ്പെടുമെന്നും കൊല ചെയ്യപ്പെടുമെന്നുമുള്ള ഭീതി വീരപ്പനെ എപ്പോഴും പിടികൂടിയിരുന്നു. ഭക്ഷണം പോലും വിശ്വസിച്ച് കഴിക്കാൻ അയാൾ ഭയപ്പെട്ടിരുന്നു. ഭക്ഷണത്തിൽ വിഷം ചേർത്ത് തന്നെ അപായപ്പെടുത്തുമെന്ന് ഭയമുള്ളതിനാൽ അത് സംഘാംഗങ്ങളെ കൊണ്ട് ആദ്യം കഴിപ്പിച്ചതിന് ശേഷം മാത്രമേ വീരപ്പൻ ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ. വീരപ്പന്റെ ജീവിതത്തെക്കുറിച്ച് ഇതിനകം പുറത്തിറങ്ങിയിട്ടുള്ള പുസ്തകങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്നത് 2 പുസ്തകങ്ങളാണ്. നക്കീരൻ ഗോപാലൻ എഴുതിയ വീരപ്പനും കെ വിജയകുമാർ IPS എഴുതിയ വീരപ്പൻ ചേസിംഗ് ദ ബ്രിഗണ്ടും. വീരപ്പൻ വേട്ടയെക്കുറിച്ച് അടുത്ത കാലത്ത് നെറ്റ്ഫ്ലിക്സ് ഒരു ഡോക്യുമെന്ററി സീരീസും പുറത്തിറക്കിയിരുന്നു. ദി ഹണ്ട് ഫോർ വീരപ്പൻ എന്നാണ് ഇതിന്റെ പേര്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വീരപ്പൻ അന്താരാഷ്ട്ര പ്രശസ്തനായിരുന്നു എന്നതാണ് മറ്റൊരു കാര്യം. ടൈം മാഗസിൻ പോലെയുള്ള പ്രസിദ്ധീകരണങ്ങൾ വരെ വീരപ്പനെ കുറിച്ച് ഫീച്ചറുകൾ ചെയ്തിരുന്നു. ബിൻ ലാദൻ, സദാം ഹുസൈൻ തുടങ്ങിയവരെ പോലെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ പട്ടികയിലാണ് മിക്ക മാധ്യമങ്ങളും വീരപ്പനെ ഉൾപ്പെടുത്തിയിരുന്നത്. വീരപ്പൻ കൊല്ലപ്പെട്ടുവെങ്കിലും ആ മരണത്തെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾക്ക് ഇന്നും അവസാനം കുറിക്കപ്പെട്ടിട്ടില്ല. വീരപ്പനെ എന്തുകൊണ്ട് ജീവനോടെ പിടികൂടാൻ സാധിച്ചില്ല? എന്തുകൊണ്ടാണ് ഒരു ഏറ്റുമുട്ടലിൽ തലയിൽ ഒരു വെടിയുണ്ട മാത്രമായി വീരപ്പൻ കൊല്ലപ്പെട്ടത്? വീരപ്പനെ ഒറ്റുകൊടുത്തത് സംഘാംഗം തന്നെയായിരുന്നോ എന്നെല്ലാമായിരുന്നു ഈ സംശയങ്ങൾ. വിഷം നൽകിയാണ് വീരപ്പനെ കൊന്നതെന്ന മട്ടിലുള്ള അഭിപ്രായങ്ങളും മറുവശത്തുണ്ട്. കൊല്ലപ്പെട്ടതായി ലോകത്തോട് പറഞ്ഞ ദിവസത്തിന് 2 ദിവസം മുൻപ് തന്നെ വീരപ്പനെ പിടികൂടിയിരുന്നുവെന്നും ക്രൂരമായി അയാളെ മർദ്ദിച്ചിരുന്നുവെന്നും കണക്കില്ലാത്ത സ്വത്തുവിവരങ്ങൾ മനസ്സിലാക്കിയെടുത്തു എന്നെല്ലാമുള്ള അനുബന്ധ കഥകൾക്ക് കയ്യും കണക്കുമില്ല. മരിച്ചു കിടന്നാലും വീരപരിവേഷത്തോടെ ആയിരിക്കണം അതെന്ന് വീരപ്പന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് പിടിക്കപ്പെടും എന്ന് ഉറപ്പാണെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ വരെ വീരപ്പൻ പ്ലാനിട്ടിരുന്നു. എന്നാൽ അതുപോലും സാധിച്ചില്ല. മാത്രവുമല്ല, തന്റെ കൊമ്പൻ വീശ വടിച്ചു കളയരുതെന്നും വീരപ്പന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും സംഭവിച്ചില്ലെന്ന് മാത്രം. വീരപ്പൻ എല്ലാ അർത്ഥത്തിലും ക്രൂരനായിരുന്നു. എന്നാൽ അനുകരിക്കാവുന്ന ഒരു ജീവിത രീതിയായിരുന്നു അയാൾ നയിച്ചിരുന്നത് എന്ന കാര്യം വിസ്മരിച്ചുകൂടാ. ഉന്നം പിഴയ്ക്കാതെ വെടിവെക്കാൻ മിടുക്കനായിരുന്ന വീരപ്പൻ ചിട്ടയായ ജീവിതമാണ് നയിച്ചിരുന്നത് എന്നതിലാണ്
അനുകരണം നടപ്പിലാക്കേണ്ടത് എന്ന് മാത്രം. വീരപ്പന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ചുവന്നു തുടത്ത സ്പോഞ്ച് പോലെയുള്ള ശ്വാസകോശമായിരുന്നു അയാളുടേത് എന്നാണ്. അതായത് പുകയിലക്കറ തീരെയില്ലാത്ത ശ്വാസകോശം, കൊഴുപ്പടിയാത്ത രക്തധമനികൾ. മദ്യമോ ലഹരിയോ വീരപ്പൻ ഉപയോഗിക്കാറില്ലായിരുന്നു. പാചകം ചെയ്യുന്ന ഭക്ഷണം മാത്രമാണ് അയാൾ കഴിച്ചിരുന്നത്. ശുദ്ധമായ വായുവും ജലവും അയാൾക്ക് ആവോളം ഉണ്ടായിരുന്നുവല്ലോ. പോരാഞ്ഞ് ദിവസവും 40 കിലോമീറ്ററുകൾ അയാൾ നടക്കുകയും ചെയ്തിരുന്നു. ശരീരം ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രമാണ് അയാൾ ഇത്രമാത്രം ശ്രദ്ധിച്ചിരുന്നത് എന്ന് കരുതാൻ ആവില്ല. ശത്രുക്കളുടെ കണ്ണിൽ പെടാതിരിക്കാനും അപകട സാഹചര്യങ്ങളിൽ ഓടി രക്ഷപ്പെടാനും മെല്ലിച്ച ശരീരം വേണമെന്ന് വീരപ്പന് നിർബന്ധം ഉണ്ടായിരുന്നിരിക്കണം. അതിനുവേണ്ടി ആവണം അയാൾ തന്റെ ശരീരത്തെ ഈ രീതിയിൽ ചിട്ടപ്പെടുത്തിയത് എന്ന് കരുതാൻ ആവൂ. വീരപ്പന്റെ കോടിക്കണക്കിന് സ്വത്ത് എവിടെയെന്ന അന്വേഷണമാണ് ഇന്ന് സജീവമായി നിലനിൽക്കുന്നത്. വനാന്തരങ്ങളിൽ പല ഭാഗത്തും വീരപ്പൻ സ്വത്ത് കൂടുകളിൽ പൊതിഞ്ഞ് കുഴിച്ചിട്ടിട്ടുണ്ട് എന്നാണ് കഥകൾ. ഈ സ്വത്ത് തേടി ഇതിനകം പലരും സത്യവനം കാട് കയറി ഇറങ്ങിയതല്ലാതെ ഒന്നും ലഭിച്ചതായി ഇതുവരെയും തെളിവുകൾ ഒന്നുമില്ല. അന്യായമായി സമ്പാദിച്ച സമ്പത്ത് അവനവർക്ക് പോലും ഉപകാരപ്പെടുകയില്ലെന്ന സത്യമാണ് വീരപ്പന്റെ ഈ കഥയിലൂടെ നാം വായിച്ചെടുക്കേണ്ടത്. വാളെടുത്തവൻ വാളാൽ എന്നാണല്ലോ ചൊല്ല്. വീരപ്പന് സംഭവിച്ചതും അതുതന്നെയാണ്. വീരപരിവേഷം നൽകി വാഴ്ത്തിപ്പാടേണ്ട ഒരു വ്യക്തിയല്ല വീരപ്പൻ. കൊലയും കൊള്ളയും ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയ ഒരു വ്യക്തിക്ക് സംഭവിച്ച അനിവാര്യമായ ദുരന്തം തന്നെയായിരുന്നു അയാളുടേത്. എങ്കിലും അയാളെ ആ നിലയിൽ എത്തിച്ചതിന് പിന്നിലുള്ള കുടുംബ സാമൂഹിക സാഹചര്യങ്ങളും വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. അമ്മാവന്റെ സ്വാധീനമാണല്ലോ വീരപ്പനെ കാട്ടുകള്ളൻ ആക്കിയത്. കുട്ടികളുടെ റോൾ മോഡൽ ആരാണോ ആ വ്യക്തികളുടെ സ്വാധീനം കുട്ടികളെ നല്ലവരും കെട്ടവരുമാക്കി മാറ്റും എന്നതാണ് വീരപ്പന്റെ കഥയിലൂടെ നാം വായിച്ചെടുക്കേണ്ടത്. നമ്മുടെ കുട്ടികളുടെ കൂട്ടുകെട്ടും സ്വാധീനങ്ങളും കറയറ്റതായിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ലോകം നടുങ്ങിയ മറ്റൊരു കഥയും കഥാപാത്രങ്ങളുമായി നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കണ്ടുമുട്ടാം.